സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മാലിന്യ സംസ്കരണ നടപടികൾ മന്ദഗതിയിൽ. മാലിന്യ സംസ്കരണത്തിനുള്ള കൃത്യമായ സംവിധാനം അതത് ആശുപത്രികളിൽ ഒരുക്കണമെന്ന കേന്ദ്ര പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് പലതവണ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടും നടപടിയില്ല. തമിഴ്നാട്ടിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച ദേശീയ ഹരിത ട്രിബ്യൂണലും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഉണ്ട്. ടിൻഡു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്തെ ആശുപത്രികളിലെ മാലിന്യ സംസ്കരണവും നിർമ്മാർജ്ജനവും ഒക്കെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ ഹരിത ട്രിബ്യൂണൽ നൽകിയ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മാലിന്യ സംസ്കരണങ്ങൾ നടത്തുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. 2003 മുതൽ IMAയുടെ നേതൃത്വത്തോടു കൂടി തന്നെ ഇമേജ് എന്ന സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജുകളിലെ അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികളിലെ മാലിന്യം ശേഖരിച്ചുകൊണ്ട് അത് ശരിയായ രീതിയിൽ സംസ്കരിക്കുകയും നിർമ്മാർജ്ജനം ചെയ്യുകയൊക്കെ ചെയ്തത്. പക്ഷേ കാലങ്ങളായിട്ട് കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ഈ മാലിന്യ സംസ്കരണം പാളിയിരിക്കുകയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത്. 2000 മുതൽ ഇത്തരത്തിൽ മാലിന്യം ശേഖരിച്ച അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്ത വകയിൽ പണം ധനവകുപ്പ് അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന് കൈമാറേണ്ടതായിട്ടുണ്ട്. ഈ ആരോഗ്യവകുപ്പ് ഈ തുക ഇതുവരെ ഈ സൊസൈറ്റിക്ക് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണം പാളിയ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ മാലിന്യം തള്ളുന്നത് തമിഴ്നാട് ഉൾനാടൻ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് എന്ന് കണ്ടെത്തി. ആദ്യഘട്ടങ്ങളിൽ കന്യാകുമാരി പോലുള്ള പ്രദേശങ്ങളിലെ തീരദേശ മേഖലയിലായിരുന്നു ഇത്തരത്തിലെ മെഡിക്കൽ മാലിന്യങ്ങളിലെ ആശുപത്രിയിലെ മാലിന്യങ്ങൾ തള്ളിയിരുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടവന്നു. അവിടെയുള്ള പ്രാദേശികവാസികളൊക്കെ പ്രശ്നമുണ്ടാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഉൾനാടൻ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാലിന്യ നിക്ഷേപിക്കുന്നത്. അവിടുത്തെ കൃഷി മേഖലയൊക്കെ വളരെ ദോഷകരമായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ അല്ലെങ്കിൽ ആശുപത്രികളിലെ മെഡിക്കൽ മാലിന്യങ്ങൾ മെഡിക്കൽ വേസ്റ്റുകൾ 48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് രോഗികളെ അതോടൊപ്പം തന്നെ പരിസരത്ത് താമസിക്കുന്ന മറ്റുള്ളവരെയൊക്കെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാം. രോഗങ്ങൾ പടർന്നു പിടിക്കാം. അത് പ്രകൃതിക്ക് തന്നെ ദോഷകരമായിട്ട് ബാധിക്കാം. ആ ഒരു കാര്യം മുന്നിൽ നിൽക്കുകയാണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു നിരുത്സാഹപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരുത്തരവാദിത്തപരമായിട്ടുള്ളൊരു പ്രവണത കണ്ടുവരുന്നത്. ഇതിനെതിരെ ഇതുവരെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശമോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലോ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഹരിത ട്രിബ്യൂണലിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമങ്ങളൊന്നും പാലിക്കാതെ മാലിന്യ സംസ്കരണത്തിൽ പാളിച്ച പറ്റിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പിന്. വിനുദാസാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മാലിന്യ സംസ്കരണമാണ് ഇപ്പോൾ മന്ദഗതിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നടക്കമുള്ള മാലിന്യങ്ങൾ തമിഴ്നാട് തിരുനെൽവേലിയിൽ തള്ളിയ സംഭവത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ.